യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുളം കലക്കി പരുന്തിന് കൊടുക്കരുത് എന്നതിനെ കുറിച്ചാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 44 അധ്യായത്തിൽ 23 തിരുലിഖിതം, വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എന്റെ ജനത്തെ പഠിപ്പിക്കുകയും അത് എപ്രകാരമാണ് വേർതിരിച്ചറിയേണ്ടതെന്ന് അവരെ കാണിച്ചു കൊടുക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും ലോകം മുഴുവനും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വലിയ വിടുതലുകളും അഭിഷേകങ്ങളും വചനത്തിന്റെ മർമ്മങ്ങളും സ്വീകരിക്കാൻ തക്കവണ്ണം സ്വർഗം നാം ഓരോരുത്തരോടും കരുണയോടെ ഇടപെടുന്ന മണിക്കൂറാണിത്. അതിനുവേണ്ടി നാം ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത്. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിൽ വചനം ശ്രവിച്ച ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ അത്ഭുത വിടുതലിനെ ഒന്ന് ശ്രദ്ധിക്കുക. എന്റെ പേര് ബിജി, പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് എഴുതുന്നത്. ഞങ്ങൾ വളരെ വേദനയോടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷ ടിവിയിൽ പരിചയപ്പെടാൻ ഇടവന്നത്. എന്റെ 4.5 വയസ്സുള്ള മകന് ചെവി വേദനയും അതിനെ തുടർന്ന് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തു. അഡിഗോയിഡ് എന്നൊരു പ്രത്യേക രോഗമാണെന്നും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. ഞങ്ങൾക്ക് വലിയ സങ്കടവും വേദനയുമായി. ഞങ്ങൾ അന്ന് ദൈവവചനം ടെലിവിഷനിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് കുട്ടിയെ ടെലിവിഷന്റെ അടുത്ത് കിടത്തി പ്രാർത്ഥിച്ചു. എന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ആ പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ ചെവി സംബന്ധമായ രോഗപീഠ പരിപൂർണമായും വിട്ടുപോയിരിക്കുന്നതായി ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. ഇപ്പോൾ അവന് ഒരു കുഴപ്പവുമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങൾ വലിയ ദൈവിക ഇടപെടൽ നിമിഷങ്ങളായി മാറട്ടെ. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കേൾക്കുന്ന ഓരോ വചനങ്ങളും അത്ഭുതമായി അടയാളങ്ങളായി ദൈവശക്തിയായി ഇറങ്ങി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ. വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ. സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ചൊരിയൂ. പരിശുദ്ധാത്മാവേ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ, ആത്മാവേ വ്യാപരിക്കണമേ, ആത്മാവെ അഭിഷേകം ചെയ്യണമേ. മന്ദത മാറിപ്പോകട്ടെ, മരവിപ്പ് മാറിപ്പോകട്ടെ, എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ. ഓരോ സമൂഹത്തിനു മേൽ ആത്മാവ് പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവവചനം കേൾക്കാനുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 44 അധ്യായത്തിൽ 23 തിരുലിഖിതത്തിൽ സ്വർഗം വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തം നാം ഓരോരുത്തരുടെ മേലും വയ്ക്കുകയാണ്. അതാണ് 44:23. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എന്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്ത് സാത്താൻ കൂട്ടത്തോടെ
ദൈവമക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ലോകം മുഴുവനിലും അച്ഛൻ ശ്രദ്ധിക്കുകയാണ്. അത് ഭാരതത്തിലുണ്ട്, കേരളത്തിലുണ്ട്, അട്ടപ്പാടിയിലുണ്ട്, സകല രാജ്യങ്ങളിലുമുണ്ട്. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പശ്ചാത്തലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഭോഗതൃഷ്ണയെ നിയന്ത്രിക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടവർ നിശബ്ദരായിരിക്കുന്നു. ശരീരത്തിന്റെ ഇച്ഛകളെയും ഭോഗതൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ വെമ്പലിനെയും താലോലിക്കാൻ തക്കവിധം പ്രേരണ കൊടുക്കുന്ന നേതാക്കന്മാരും പ്രബോധകന്മാരും കുടുംബനാഥന്മാരും അധ്യാപകന്മാരും ഈ ലോകത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കുളം കലക്കി പരുന്തിന് കൊടുക്കരുത്. ഞാനൊരു സംഭവം നിങ്ങളോട് തുറന്നു പറയാം. ഈ അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലുള്ള പത്രത്തിലൊരു വാർത്ത വന്നു. ആ വാർത്ത ഇതാണ്: 13 വയസ്സുള്ള ഓമനത്വം വിട്ടുമാറാത്ത നിഷ്കളങ്ക മുഖമുള്ള ഒരു കൊച്ചു ബാലൻ 13 വയസ്സ് പ്രായം. ഏകദേശം നമ്മുടെ നാട്ടിലെ 7ാം ക്ലാസ്സിലോ 8ലോ ഉള്ള ഒരു കുഞ്ഞിന്റെ മുഖം നിങ്ങൾ ഓർത്തു നോക്ക്. അതുപോലെ ഒരു കൊച്ചു ബാലൻ, നിഷ്കളങ്കത മുറ്റി നിൽക്കുന്ന മുഖം. ആ ബാലൻ വേറൊരു കുഞ്ഞിനെയും കൈ പിടിച്ച് നിൽക്കുകയാണ്. 13 വയസ്സുകാരൻ അച്ഛനായി എന്നാണ് ഹെഡിങ് ഇട്ടിരിക്കുന്നത്. പത്രത്തിന്റെ തലക്കെട്ടാണ് 13 വയസ്സുകാരൻ അച്ഛനായി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ലൈംഗിക അരാജകത്വത്തിലേക്ക് വിട്ടുകൊടുക്കപ്പെട്ട് അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവൻ കുഞ്ഞിന്റെ അപ്പനായി മാറി. ഈ കുഞ്ഞിനെയും പിടിച്ച് പാപത്തിന് താൻ പാപം ചെയ്തെന്നോ ഇത് പാപത്തിന്റെ സന്തതിയാണെന്നോ ഒരു തിരിച്ചറിവോ അങ്ങനെ ഒരു ചിന്ത പോലുമോ ഇല്ലാതെ അവൻ അഭിമാനത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്ന മറ്റു വാർത്തകൾ ഞാൻ ശ്രദ്ധിച്ചു. ആ പത്രങ്ങളിൽ ഇംഗ്ലണ്ടിലുള്ള സർവേ എല്ലാം അവരെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സർവേയിൽ ഞാൻ വായിച്ചത് എങ്ങനെയാണ്: ഏതാണ്ട് 3 ലക്ഷം അബോർഷനാണ് ഇംഗ്ലണ്ടിൽ ടീനേജിലുള്ള കുട്ടികൾ മാത്രം ഈ ഒരു വർഷം ചെയ്തത്. എല്ലാ സ്കൂളുകളിലും സെക്സ് ക്ലിനിക്കുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്താ സെക്സ് ക്ലിനിക് എന്നൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികൾ ഗർഭിണികളായി വരുമ്പോൾ അതുങ്ങളെ അപ്പൊ തന്നെ ഡോക്ടറിന്റെ അനുവാദമൊന്നും വേണ്ട, അപ്പൊ തന്നെ അബോർഷൻ ചെയ്യാൻ വേണ്ടി നഴ്സുമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സെക്സ് ക്ലിനിക്കുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെക്സ് എഡ്യൂക്കേഷന്റെ അടുത്ത ഒരു വളർച്ചയാണ് സെക്സ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഗർഭിണികളാകുന്നവരെ അവിടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വിടുക. പത്ര റിപ്പോർട്ട് പറഞ്ഞത് എങ്ങനെയാണ്: 1969 അബോർഷൻ നിയമം ഒരു നിയമമായി ഗവൺമെന്റ് പാസ്സാക്കുന്ന കാലത്ത് ആദ്യത്തെ വർഷം 1969 ഇംഗ്ലണ്ടിൽ അന്ന് ഏതാണ്ട് 50,000-ൽ പരം അബോർഷനുകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 2009 ആയപ്പോഴോ 2009 സ്ഥിതി ഇതാണ്: ടീനേജേഴ്സ് ഉള്ള കുട്ടികൾ മാത്രം 3 ലക്ഷം അബോർഷനാണ് ചെയ്തു കളഞ്ഞത്. അതിലൊരെണ്ണത്തിന് അബോർഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് കുട്ടി ജനിച്ചു. ആ 13 വയസ്സുകാരൻ കുട്ടിയെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈയൊരു രംഗവും ഈയൊരു വാർത്തയും ആ പാപത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ നിൽക്കുന്ന ആ ബാലനെയും കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വലിയൊരു വേദനയുണ്ടായി. ആ നിഷ്കളങ്കത മുറ്റി നിൽക്കുന്ന ആ ബാലൻ, അങ്ങനെ എട്ടും പൊട്ടും തീരാത്ത ബാലൻ കുട്ടിയെ പിടിച്ച് നിൽക്കുകയാണ്. ഈ കുഞ്ഞ് ഈ പാപത്തിന്റെ ഫലത്തെയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതിന്റെ ഉത്തരവാദിത്വം ഭരണാധിപന്മാർക്കും അധ്യാപകന്മാർക്കും മാതാപിതാക്കന്മാർക്കും എന്റെ ജനത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നേതാക്കന്മാരുടെയും തലയിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഇരിക്കുന്നുണ്ട്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ തിരുലിഖിതങ്ങൾ, ഞാൻ പറഞ്ഞു, യാക്കോബിന്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിന്റെ അധിപന്മാരെ, ശ്രവിക്കുവിൻ, നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ? സത്യം പ്രവർത്തിക്കുക നിങ്ങളുടെ ദൗത്യമല്ലേ? നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്റെ ജനത്തിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥിയിൽ നിന്ന് മാംസവും. നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം ഭക്ഷിക്കുന്നു, എന്റെ ജനത്തിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികൾ നിങ്ങൾ തകർക്കുന്നു. ചട്ടിയിലെ ഇറച്ചിയും കുട്ടുകത്തിലെ മാംസവും പോലെയാണ് നിങ്ങൾക്ക് അവര്.
ദൈവത്തിന്റെ ആത്മാവ് ഇതിനെല്ലാം കണക്ക് ചോദിക്കും. ഭരണാധിപന്മാരോട് കണക്ക് ചോദിക്കും, മാതാപിതാക്കന്മാരോട് കണക്ക് ചോദിക്കും, ആത്മീയ ഗുരുക്കന്മാരോട് കണക്ക് ചോദിക്കും, നേതാക്കന്മാരോട് കണക്ക് ചോദിക്കും, പാർട്ടികളോട് കണക്ക് ചോദിക്കും. നിങ്ങൾ ജനത്തെ നേർവഴിക്ക് നയിക്കേണ്ടവരല്ലേ? എന്നാൽ ഇന്ന് മത്സരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ജനത്തിന്റെ ഭോഗേച്ഛയെ തൃപ്തിപ്പെടുത്താനും ഭോഗതൃഷ്ണയെ താലോലിക്കാനും അനുകൂലമായ അന്തരീക്ഷങ്ങളും അതിനനുകൂലമായ നിയമങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ ജനത്തിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര ലാഭത്തിന് വേണ്ടി, നിസ്സാര നേട്ടങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പാർട്ടിയുടെയോ തങ്ങളുടെ സ്ഥാപനത്തിന്റെയോ തങ്ങളുടെ കുടുംബത്തിന്റെയോ എന്തെങ്കിലും താൽക്കാലിക നേട്ടങ്ങളോ വിജയങ്ങൾക്കോ വേണ്ടി ജനത്തിന്റെ ഭോഗതൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ, അത് താലോലിക്കാൻ, അത് പാപം വളർത്താൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു അപ്പനാണ്, ഒരു അമ്മയാണ്, ഒരു അധ്യാപകനാണ്, ഒരു ആത്മീയ നേതാവാണ്, ഒരു മത നേതാവാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇച്ചിരി മദ്യപിച്ചാലും കുഴപ്പമില്ല, ഇച്ചിരി പാപത്തിൽ പോയാലും കുഴപ്പമില്ല, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ ഇങ്ങനെ വേണം, ഇത് ലോകമല്ലേ, ഇങ്ങനെ ചിന്തിച്ച് പാപം വളർത്തുന്ന കോട്ടയായി ഞാനും നിങ്ങളും ഇന്ന് ലോകത്തിൽ മാറുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കുളം കലക്കി പരുന്തിന് കൊടുക്കരുത്. ഈ ദൈവമക്കളുടെ ആത്മാവിന്റെ നഷ്ടത്തിന് ആര് കണക്ക് കൊടുക്കും? ഈ ദൈവമക്കളുടെ ആത്മാവിന്റെ നഷ്ടത്തിന് ആര് കണക്ക് കൊടുക്കും? ഉത്തരവാദിത്തമുള്ളവർ കേൾക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 44 അധ്യായത്തിൽ 23 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എന്റെ ജനത്തെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചോ? അത് പഠിപ്പിക്കാത്തതിന്റെ കേടാണ് ഈ പത്രത്തിൽ വരുന്ന വാർത്തകള്. അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇവർ വഴിതെറ്റി നടക്കുമായിരുന്നോ? ഇടം വലം തിരിച്ചറിവില്ലാത്ത ഈ ജനത്തോടല്ല ദൈവത്തിന്റെ വേദന. ഈ ജനത്തെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്തെടുക്കുകയായിരുന്നു? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എന്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. വീണ്ടും കൊളോസോസ് ലേഖനത്തിൽ 1 അധ്യായത്തിൽ 10 തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. കൊളോസോസ് 1:10, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകണം. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. മരിയ കൊരേത്തിയുടെ അപ്പനും അമ്മയും മരിയ കൊരേത്തിയെ കുഞ്ഞുനാൾ മുതല് കർത്താവിന് പ്രീതികരവും കർത്താവിന് യോജിച്ചതുമായ കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കാൻ ആ കുഞ്ഞുനാളിൽ മരിയ കൊരേത്തിയെ ആ അപ്പനും അമ്മയും പരിശീലിപ്പിച്ചപ്പോൾ വിശുദ്ധയായ ഒരു ജന്മം, വിശുദ്ധയായ ഒരു വ്യക്തിയെ ലോകത്തിന് ലഭിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് എന്റെയും നിങ്ങളുടെയും സകല മുതിർന്നവരുടെയും ഉത്തരവാദിത്തമാണ്. വരും തലമുറകളെ, വളരുന്ന തലമുറകളെ വിശുദ്ധവും അശുദ്ധവും വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ തക്കവണ്ണം അവരെ പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് വളർത്തുക എന്നുള്ളത്. വീണ്ടും വിശുദ്ധ ലിഖിതം ദൈവമക്കൾക്ക് നൽകുന്ന മറ്റൊരു നിർദ്ദേശം ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളോട് ലഭിക്കുന്നുണ്ട്. ലൂക്ക 21:34, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ആത്മീയ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ശരീരത്തിന്റെ തൃഷ്ണകളെ താലോലിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം, അങ്ങനെ നോ എന്ന് പറയേണ്ടതിനോട് നോ എന്ന് പറയാനുള്ള ഒരു പൗരുഷം ചെറുപ്പം മുതലേ വളർത്തിയെടുക്കണം. വിശുദ്ധ ലിഖിതം മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 2 അധ്യായത്തിൽ 10 മുതലുള്ള തിരുലിഖിതങ്ങൾ, നിങ്ങൾ ഇവിടം വിട്ടു പോകുവിൻ, വിശ്രമയോഗ്യമായ സ്ഥലമല്ല ഇത്, ഇവിടം അശുദ്ധമാണ്, ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രവണതകളെ ഉത്തേജിപ്പിക്കുന്ന, ശരീരത്തിന്റെ പാപത്തിലേക്ക് നിങ്ങളെ വലിച്ചഴക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടമെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനമെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന ദേശമെങ്കിൽ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആ വീട് വിട്ടുപോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുവീൻ, ത്യാഗങ്ങൾ സഹിക്കുവീൻ, ദേശം വിട്ടോടുവീൻ. എന്താ ആ ദേശം വിട്ട് ഓടാനായിട്ടുള്ള കാരണം? 11 വാക്യം, വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കും എന്ന് ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ.
എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവണതകളെ തൃപ്തിപ്പെടുത്തുന്നതിന് തക്കതായ നിയമങ്ങളും ജഡത്തിന്റെ പ്രവണത തൃപ്തിപ്പെടുത്തുന്നതിന് തക്കതായ മനോഭാവങ്ങളും അതിനുള്ള അന്തരീക്ഷങ്ങളും അതിനുള്ള കൂട്ടുകെട്ടുകളും ഒരുക്കുന്നവരായിരിക്കും അവർക്ക് പ്രിയങ്കരൻ എന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ജോലി സ്ഥലങ്ങളിലുള്ളതെങ്കിൽ നിങ്ങൾ ഇരട്ടി ജാഗ്രത പാലിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിഞ്ഞ് പാപത്തോട് വ്യക്തമായ ഒരു വേർതിരിവ് പുലർത്തി ജീവിക്കാനുള്ള പൗരുഷം ഞാനും നിങ്ങളും കാണിക്കണം. അത് വളരുന്ന തലമുറയെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ അനാസ്ഥ നിമിത്തം പലതരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ജനത്തിന്റെ ഭോഗാലസമായ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഭരണം നടത്താനും അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനും ഇടവക ദേവാലയങ്ങളിലും സന്ധ്യാപ്രാർത്ഥന ഇടങ്ങളിലും ഭവനത്തിൽ എല്ലാ സ്ഥലത്തും പ്രാർത്ഥന വെട്ടിച്ചുരുക്കാനും ആത്മീയ കാര്യങ്ങളോട് ഉള്ള അതൃപ്തി കണക്കാക്കി അതൊക്കെ വേണ്ടാന്ന് വെക്കാനും ഉപവാസങ്ങളും നോമ്പുകളും എല്ലാം വെട്ടിച്ചുരുക്കാനും അതൊന്നും നിർബന്ധിക്കാതിരിക്കാനും ഞങ്ങൾക്ക് ലഭിച്ച ലോകത്തിന്റെ പ്രേരണയ്ക്ക് അടിമപ്പെട്ടു പോയതിനെ ഓർത്ത് ഓ ദൈവമേ, ഇന്നിതാ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സഭയുടെ ഓരോ പ്രബോധനങ്ങളെയും ഹൃദയത്തിൽ സ്വീകരിച്ച് പാരമ്പര്യമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വസ്തുക്കളെ വേർതിരിച്ച് മനസ്സിലാക്കി അത് പാപത്തോട് വേർപെട്ട് ജീവിക്കുന്ന അഭിമാനം പൂണ്ട് പൗരുഷത്തോട് ആത്മീയ ജീവിതം നയിക്കാൻ എന്നെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സഹനശക്തി, ക്ഷമാശീലം, ദൈവഭക്തി, ദൈവവചനം, ശുശ്രൂഷാകൃപകൾ എല്ലാം നൽകി ഞങ്ങളെയും ലോകത്തെയും അനുഗ്രഹിക്കണമേ. സഹനശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. സഹനശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കൂ, ആത്മശക്തിയാൽ എന്നെ നയിക്കൂ. ദൈവഭക്തിയിൽ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കൂ, ആത്മശക്തിയാൽ എന്നെ നയിക്കൂ. ദൈവഭക്തിയിൽ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയങ്ങളുടെ മേലും വ്യാപരിക്കണമേ. തീക്ഷ്ണത നൽകണമേ, ഉണർവ് നൽകണമേ, അഭിഷേകം നൽകണമേ. പാപത്തോട് വേർപെട്ടുള്ള ജീവിതത്തിന് അഭിമാനം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയാൽ എന്നെ നിറയ്ക്കൂ, ആത്മശക്തിയാൽ എന്നെ നയിക്കൂ. ദൈവഭക്തിയിൽ എന്നെ വളർത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസനിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. നിന്ദാസനിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തെ പഠിപ്പിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Come, Lord Jesus.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതാ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ അവ്യക്തതകളും, എല്ലാ പൈശാചിക പീഡകളെയും തകർക്കാൻ തക്കവണ്ണം അത്ഭുത ശക്തിയോടെ അവിടെ നിതാ വ്യാപരിക്കുകയാണ്. രണ്ട് കരങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ എല്ലാ തിന്മകളും വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ കർത്താവേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ കർത്താവേ. വിദ്യാർത്ഥികളെ സ്പർശിക്കണമേ കർത്താവേ. വഴിതെറ്റി നടക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് നേർവഴിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ കർത്താവേ. സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ ആത്മാക്കളും യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ Lord Jesus. എൻ്റെ പേര് മിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ജൂണിൽ എൻ്റെ മകൾക്ക് മുഖത്താകെ നീര് വന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി യൂറിൻ ആൽബമിൽ നോക്കിയപ്പോൾ അവൾക്ക് അത് കൂടുതലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളാകെ നീര് മുട്ടി അടിവയറൊക്കെ വന്ന് വീർത്ത്. 12 വയസ്സാണ് എൻ്റെ മകൾക്ക്. അങ്ങനെ കിഡ്നിയുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. നെഫ്രോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ കിഡ്നി ബയോപ്സി എടുത്തപ്പോൾ അവൾക്ക് FSGS എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് കഴിഞ്ഞിട്ട് കിഡ്നിയിലാകെ പൂപ്പൽ പോലെ അങ്ങനെ കുരുപ്പ് നിറഞ്ഞു വരികയാണ്. അതിങ്ങനെ നിറഞ്ഞു വരും തോറും കിഡ്നി വർക്ക് ചെയ്യാതെ ആവും. അതിന് മരുന്നുകളൊന്നും ഇല്ല പറഞ്ഞ്. അങ്ങനെ ക്യാൻസറിൻ്റെ മരുന്നാണ് ആദ്യം തുടങ്ങിയത്. അത് തുടങ്ങി ഒരു 2-3 മാസം കഴിച്ചിട്ട് അവൾക്ക് കൂടുതലായി റിസൾട്ട് കൂടുതലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 1 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് മരുന്ന് വേറെ തുടങ്ങേണ്ടി വരും. ആ 1 മാസം ഇതിലൊക്കെ ഞാൻ ഇവിടെ ആദ്യ വെള്ളിയാഴ്ച വന്ന് ധ്യാനം കൂടാറുണ്ടായിരുന്നു മോളെയും കൊണ്ട്. ഈ രോഗത്താൽ ക്ലേശിക്കുമ്പോൾ മോളുമായിട്ട് എല്ലാം മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വന്ന് അമ്മച്ചി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ എല്ലാ മാസം വന്നിരുന്നു. അതിൻ്റെ ആസ്പത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു അവരുടെ കൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ഒരു ഹിന്ദുവാണ്, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് കൊണ്ടുവരാൻ പറ്റാത്ത സ്റ്റേജിലാണ് അവളെ കൊണ്ടുവന്നത്. അന്ന് തന്നെ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു കിഡ്നിയുടെ അസുഖമായിട്ട് ഒരു മകൾ ഇവിടെ വന്നിരിക്കുന്നു, അവളുടെ കിഡ്നി കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ മകള് കിഡ്നിയുടെ അസുഖം മാറ്റി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് നോർമലായിട്ടുണ്ട്. 150 നോർമലാവേണ്ടത് 750 ആയിട്ടുണ്ട്. ഇനി മരുന്ന് തുടങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നത്തെ മാസം ചെയ്തപ്പോൾ അത് 137 ആയി. അപ്പോൾ ഡോക്ടർ പറയുന്നത് അവളുടെ അസുഖം പൂർണ്ണമായി മാറി, മോള് 6 മാസം വരെ ഉള്ളൂ എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. ആദ്യം ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ 6 മാസം മാത്രമേ കുഞ്ഞ് ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടർമാർ വിധി എഴുതിയാണ്. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. എങ്കിലും മാസാദ്യ വെള്ളിയാഴ്ച അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് വന്നു. ആ കർത്താവ് പരിപൂർണ്ണ സൗഖ്യം, അതിൻ്റെ സർട്ടിഫിക്കറ്റാണത്. 6 മാസം മാത്രമേ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കുഞ്ഞ് കർത്താവിൻ്റെ സന്നിധി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു രോഗവും ഇല്ലാന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നന്നായി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus.